വെൽക്കം ടു ലേണിനോ. പീരിയോഡിക് ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെന്റ്സ് ടോപ്പിക്കിലെ MCQs ആണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഐഡന്റിഫൈ ദ മെറ്റൽ വിച്ച് ഈസ് കോമൺ ടു ബോത്ത് ബ്രാസ് ആൻഡ് ബ്രോൺസ്. ഓപ്ഷൻ എ ലെഡ്, ഓപ്ഷൻ ബി സിങ്ക്, ഓപ്ഷൻ സി ടിൻ, ഓപ്ഷൻ ഡി കോപ്പർ. അപ്പൊ ബ്രാസും ബ്രോൺസും ഇതിന്റെ ഒരു കമ്പാരിസൺ നമുക്ക് ആദ്യമേ നോക്കാം. ഓക്കെ, ബ്രാസ് എന്ന് പറയുന്നതും ബ്രോൺസ് എന്ന് പറയുന്നതും എന്താണ്? രണ്ടും അലോയ്സ് ഓഫ് മെറ്റൽ ആണ്. ഓക്കെ, ബ്രാസ് എന്ന് പറയുന്നത് മെറ്റൽ അലോയ് വിച്ച് ഇൻക്ലൂഡ്സ് കോപ്പർ ആൻഡ് സിങ്ക് ആണ്. ഓക്കെ, അപ്പം ഈ ഒരു ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ബ്രാസ് ക്രിയേറ്റ് ചെയ്യാൻ, അതായത് വിത്ത് ഡിഫറെന്റ് പ്രോപ്പർട്ടീസിൽ ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഈ ഒരു സിങ്കിന്റെയും കോപ്പറിന്റെയും പ്രപ്പോർഷൻ വേരി ചെയ്തിട്ടായിരിക്കും നമ്മൾ ആ ഒരു ക്രിയേഷൻ നടത്തുന്നത്. ഓക്കെ, ഇനി ബ്രാസിന് ബ്രോൺസിനെക്കാളും അല്ലെങ്കിൽ സിങ്കിനെക്കാളും ഒക്കെ കൂടുതൽ ഹയർ മാലിയബിലിറ്റി ആയിരിക്കും ഉണ്ടാവുന്നത്. ആൻഡ് ഓൾസോ അവരുടെ മെൽറ്റിംഗ് പോയിന്റ് എന്ന് പറയുന്നത് റിലേറ്റീവ്ലി ലോ ആയിരിക്കും. അറൌണ്ട് 900 to 940 ഡിഗ്രി സെൽഷ്യസ് ആണ് അവരുടെ മെൽറ്റിംഗ് പോയിന്റ് റേഞ്ച് വരുന്നത്. ഇനി ബ്രോൺസ് നോക്കുവാണെങ്കിൽ നമ്മൾ പറഞ്ഞു ബ്രോൺസും എന്താണ്? മെറ്റൽ അലോയ് ഓഫ് കോപ്പർ ആൻഡ് ടിൻ ആണ്. കോപ്പറും ടിന്നും ആണ് ഇതിൽ വരുന്ന മെയിൻ ആയിട്ടുള്ള രണ്ട് എലമെന്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ മേജർ എലമെന്റ് എന്ന് പറയുന്നത് കോപ്പർ ആയിരിക്കും. ടിൻ എന്ന് പറയുന്നത് വെരി മൈനർ എലമെന്റ് ആയിട്ടാണ് ബ്രോൺസിൽ വരുന്നത്. അതായത് ഓൾമോസ്റ്റ് അറൌണ്ട് ഒരു 12% കണ്ടന്റ് ഒക്കെ ടിന്നിന്റെ ഇവിടെ വരുന്നുള്ളൂ. ഇനി ഇത് രണ്ടും അല്ലാണ്ട് നമ്മൾ വേറെയും കുറച്ച് എലമെന്റ്സ് മൈന്യൂട്ട് ക്വാണ്ടിറ്റീസിൽ അല്ലെങ്കിൽ എമൗണ്ട്സിൽ ബ്രോൺസ് അലോയ്ക്ക് വേണ്ടിയിട്ട് ആഡ് ചെയ്യുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ അലൂമിനിയം, നിക്കൽ അല്ലെങ്കിൽ സിങ്ക്. ഓക്കെ, അപ്പൊ ഇവിടെ ബ്രാസിലും ബ്രോൺസിലും നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന മെറ്റൽ ഏതാണ്? കോപ്പർ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, അല്ലെ? അപ്പൊ ഓപ്ഷൻ ഡി കോപ്പർ ആണ് ഇവിടെ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ എലമെന്റ് Y having atomic number 12 is. ഓപ്ഷൻ എ മെറ്റൽ, ഓപ്ഷൻ ബി മെറ്റലോയിഡ്, ഓപ്ഷൻ സി നോൺ മെറ്റൽ, ഓപ്ഷൻ ഡി നൺ ഓഫ് ദി എബവ്. അപ്പൊ അറ്റോമിക് നമ്പർ 12 വരുന്ന ഒരു എലമെന്റ് മെറ്റൽ ആയിരിക്കും, മെറ്റലോഡ് ആയിരിക്കും, നോൺ മെറ്റലോഡ് ആയിരിക്കും എന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പൊ പീരിയോഡിക് ടേബിളിന്റെ ഒരു ഐഡിയ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാനായിട്ട് പറ്റും. അപ്പം പീരിയോഡിക് ടേബിളിൽ നമ്മൾ അറ്റോമിക് നമ്പറിന്റെ ബേസിസിലാണ് എലമെന്റ്സിനെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്, അല്ലെ? മോഡേൺ പീരിയോഡിക് ടേബിളിൽ. അപ്പം എലമെന്റ് വിത്ത് അറ്റോമിക് നമ്പർ 12 എന്ന് പറയുന്നത് മഗ്നീഷ്യം ആണ് വരുന്നത്. മഗ്നീഷ്യം എന്താണ്? ആൽക്കലൈൻ എർത്ത് മെറ്റൽ ആണ്. അത് നമ്മൾ ഗ്രൂപ്പ് 2 ഓഫ് പീരിയോഡിക് ടേബിളിലാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ആൽക്കലൈൻ എർത്ത് മെറ്റൽ ആയതുകൊണ്ട് തന്നെ അത് മെറ്റാലിക് പ്രോപ്പർട്ടി ആയിരിക്കും എക്സിബിറ്റ് ചെയ്യുക. അപ്പൊ ഓപ്ഷൻ എ മെറ്റൽ ആണ് കറക്റ്റ് ആൻസർ. Next question, which of the following non-metals is a liquid at room temperature? Option A carbon, option B sulfur, option C bromine, option D iodine. അപ്പൊ തന്നിരിക്കുന്നതില് ഏത് നോൺ മെറ്റൽ ആണ് ലിക്വിഡ് ആയിട്ട് എക്സിസ്റ്റ് ചെയ്യുന്നത് അറ്റ് റൂം ടെമ്പറേച്ചർ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് ബ്രോമിൻ ആണ്. ബ്രോമിൻ എന്ന് പറയുന്നത് ഹാലോജൻ ഫാമിലി മെമ്പർ ആണ്. അത് നമ്മുടെ പീരിയോഡിക് ടേബിളിൽ 17th ഗ്രൂപ്പിലാണ് ഈ ഒരു ബ്രോമിൻ എലമെന്റ് വരുന്നത്. ഓക്കെ, അപ്പം ബ്രോമിൻ ആണ് only നോൺ മെറ്റൽ വിച്ച് എക്സിസ്റ്റ് ആറ്റ് ലിക്വിഡ് അറ്റ് റൂം ടെമ്പറേച്ചർ. ഓക്കെ, റൂം ടെമ്പറേച്ചറിൽ ഈ ബ്രോമിൻ എന്ന് പറയുന്ന എലമെന്റ് ഡയറ്റോമിക് മോളിക്യൂൾ ആയിട്ടായിരിക്കും എക്സിസ്റ്റ് ചെയ്യുന്നത്. ഇനി അറ്റ് സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷറിൽ ബ്രോമിൻ എന്ന് പറയുന്ന ഒരു റെഡിഷ് ബ്രൗൺ ലിക്വിഡ് ആയിരിക്കും. അത് ഇവാപറേറ്റ് ചെയ്തിട്ട് ഒരു ഓറഞ്ച് വേപ്പർ ആയിട്ടാണ് വരുന്നത്. അപ്പൊ ഇവിടെ കറക്റ്റ് ആൻസർ എന്താണ്? ഓപ്ഷൻ സി ആണ് ബ്രോമിൻ. ഓക്കെ, ഇനി നമ്മൾ മെർക്കുറിയെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും, അല്ലെ? മെർക്കുറി എന്ന് പറയുന്നത് ഒരു മെറ്റൽ ആണ് വിച്ച് എക്സിസ്റ്റ് ആസ് ലിക്വിഡ് അറ്റ് റൂം ടെമ്പറേച്ചർ. അപ്പൊ നോൺ മെറ്റൽ ചോദിച്ചാല് ബ്രോമിനും, മെറ്റൽ ചോദിച്ചാല് മെർക്കുറിയാണ് ആൻസർ വരുന്നത്. ഇവിടെ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി ബ്രോമിൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ കമ്പൈനിങ് കപ്പാസിറ്റി ഓഫ് ആൻ എലമെന്റ് ഈസ് കോൾഡ്. ഓപ്ഷൻ എ അറ്റോമിസിറ്റി, ഓപ്ഷൻ ബി അറ്റോമിക് നമ്പർ, ഓപ്ഷൻ സി വാലൻസ് ഇലക്ട്രോൺസ്, ഓപ്ഷൻ ഡി വാലൻസി. അപ്പൊ കമ്പൈനിങ് കപ്പാസിറ്റി ഓഫ് ആൻ എലമെന്റ് എന്ന് നമ്മൾ പറയുന്നത് വാലൻസിനെയാണ്. ഓക്കെ, വാലൻസിക്ക് പ്രത്യേകിച്ച് സൈൻ ഒന്നും തന്നെ ഇല്ല, അതൊരു ഹോൾ നമ്പർ വാല്യൂ ആയിരിക്കും. നമ്മുടെ ആറ്റത്തിന്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ പ്രസന്റ് ആയിട്ടുള്ള ഇലക്ട്രോൺസിനെയാണ് നമ്മൾ മെയിൻ ആയിട്ട് വാലൻസ് ഇലക്ട്രോൺസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു വാലൻസി നമ്മൾ നമ്പർ ഓഫ് ഇലക്ട്രോൺസിനെയാണ് വാലൻസി വെച്ചിട്ട് കൺസിഡർ ചെയ്യുന്നത്. അപ്പം ഈ ഒരു ഇലക്ട്രോൺസിനെ അല്ലെങ്കിൽ വാലൻസി ലോസ് അല്ലെങ്കിൽ ഗെയിൻ ചെയ്തിട്ടായിരിക്കും എലമെന്റ്സ് സ്റ്റേബിൾ കണ്ടീഷൻ അറ്റൈൻ ചെയ്യുന്നത്. ഓക്കെ,
ഇനി ഈ വാലൻസി വെച്ചിട്ട് നമ്മൾ കോമ്പൗണ്ട്സിന്റെ കെമിക്കൽ ഫോർമുല എഴുതാനായിട്ടും ഈ ഒരു വാലൻസി കൺസെപ്റ്റ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അപ്പൊ ഓപ്ഷൻ ഡി വാലൻസി ആണ് ഇവിടെ കറക്റ്റ് ആൻസർ. Next question. In which group of modern periodic table are halogens placed? Option A 16th, option B 18th, option C 1st, option D 17th. അപ്പോൾ നമ്മൾ മോഡേൺ പീരിയോഡിക് ടേബിളിൽ ഹാലോജൻ എലമെന്റ്സ് പ്ലേസ് ചെയ്തിരിക്കുന്നത് ഗ്രൂപ്പ് 17ലാണ്. ഓക്കെ, അപ്പം ഓപ്ഷൻ ഡി 17th ഗ്രൂപ്പാണ് കറക്റ്റ് ആൻസർ. Next question. Which one of the following elements is considered as micronutrient in plants? Option A phosphorus, B option B magnesium Mg, option C calcium Ca, option D zinc Zn. നമുക്ക് അതിന് മുന്നേ മൈക്രോന്യൂട്രിയൻസ് എന്താണ്, മൈക്രോന്യൂട്രിയൻസ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, പ്ലാന്റ് ടിഷ്യൂസിൽ ജനറലി പ്രസന്റ് ആയിട്ട് അല്ലെങ്കിൽ ലാർജ് എമൗണ്ടിൽ പ്രസന്റ് ആയിട്ടുള്ള ന്യൂട്രിയൻ കണ്ടന്റ്സ് ആണ് മാക്രോന്യൂട്രിയൻസ് എന്ന് പറയുന്നത്. ഓക്കെ, മാക്രോന്യൂട്രിയൻസിന് എക്സാമ്പിൾ നോക്കിയാൽ കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ, ഫോസ്ഫറസ്, സൾഫർ, നൈട്രജൻ, കാൽഷ്യം, മഗ്നീഷ്യം, പൊട്ടാഷ്യം, കാൽഷ്യം, ഇതൊക്കെയാണ് മാക്രോന്യൂട്രിയൻസിന് എക്സാമ്പിൾ ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പൊ ഇതിൽ തന്നെ കാർബണും ഹൈഡ്രജനും ഓക്സിജനും നമ്മൾ മെയിൻലി ഒബ്റ്റെയിൻ ചെയ്യുന്നത് കാർബൺ ഡയോക്സൈഡിൽ നിന്നും വാട്ടറിൽ നിന്നും ആയിരിക്കും. ഓക്കെ, അത് ബാക്കിയുള്ള ന്യൂട്രിയൻസ്, അതായത് കാർബണും ഹൈഡ്രജനും ഓക്സിജനും അല്ലാണ്ട് നമ്മൾ പറഞ്ഞ ബാക്കിയുള്ള മാക്രോന്യൂട്രിയൻസ് ഒബ്റ്റെയിൻ ചെയ്യുന്നത് സോയിലിൽ നിന്നായിരിക്കും ഈ ഒരു പ്ലാന്റ്സ് ഈ ഒരു വേണ്ട ന്യൂട്രിയൻസിനെ അബ്സോർബ് ചെയ്യുന്നത് ആസ് മിനറൽ ന്യൂട്രീഷൻ. ഇനി വേറൊരു ക്ലാസിഫിക്കേഷൻ ഓഫ് ന്യൂട്രിയൻസ് ആണ് മൈക്രോ ന്യൂട്രിയൻസ് എന്ന് പറയുന്നത്. ഇത് ട്രേസ് എലമെന്റ്സ് അല്ലെങ്കിൽ വെരി സ്മോൾ എമൗണ്ടിൽ മാത്രമേ ഇത് പ്രസന്റ് ആയിരിക്കുള്ളൂ. ഓക്കെ, ഇനി ഇതിന് എക്സാമ്പിൾ വരുന്നത് അയൺ, മഗ്നീഷ്യം, ക്ലോറിൻ, നിക്കൽ, കോപ്പർ, മൊളിബ്ഡിനം, സിങ്ക്, ബോറോൺ, ഇതൊക്കെയാണ് മൈക്രോ ന്യൂട്രിയൻസ് ആയിട്ട് വരുന്നത്. അപ്പൊ തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ ഓപ്ഷൻ ഡി ദാറ്റ് ഈസ് സിങ്ക് മാത്രമാണ് മൈക്രോ ന്യൂട്രിയന്റ് ആയിട്ടുള്ളത്. ബാക്കി ഫോസ്ഫറസ്, മഗ്നീഷ്യം ആൻഡ് കാൽഷ്യം എന്താണ്, മാക്രോ ന്യൂട്രിയൻസ് ആണ് അല്ലെ. അപ്പൊ ഓപ്ഷൻ ഡി ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ. Next question. Which one of the following is incorrect about the modern periodic table? Option A modern periodic table has 15 columns. Option B from left to right a period each element has one more proton than the element before it. Option C columns of modern table are called groups. Option D rows of modern periodic table are called periods. അപ്പൊ മോഡേൺ പീരിയോഡിക് ടേബിളില് അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് ഇൻകറക്റ്റ് എന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അല്ലെ. നമുക്കറിയാം മോഡേൺ പീരിയോഡിക് ടേബിളില് 18 വെർട്ടിക്കൽ ആയിട്ടുള്ള കോളംസ് ആണുള്ളത് വിച്ച് ആർ കോൾഡ് ഗ്രൂപ്സ് ആൻഡ് 7 ഹൊറിസോണ്ടൽ റോസ് ആണുള്ളത് വിച്ച് ആർ കോൾഡ് പീരിയഡ്സ്. നമ്മുടെ ഫസ്റ്റ് ഓപ്ഷൻ നോക്കുകയാണെങ്കിൽ അത് തന്നെ ഇൻകറക്റ്റ് ആണ്. ദാറ്റ് ഈസ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്, മോഡേൺ പീരിയോഡിക് ടേബിളിൽ 15 കോളംസ് ഉണ്ടെന്നാണ് നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷൻ. ആക്ച്വലി 18 കോളംസ് ആണ് ഉള്ളത് അല്ലെ. അപ്പൊ ഓപ്ഷൻ എ ആണ് നമ്മുടെ ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. ബാക്കി എല്ലാ സ്റ്റേറ്റ്മെന്റ്സും കൂടെ കറക്റ്റ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് നമ്പർ ഓഫ് എലമെന്റ്സ് ആർ പ്രൊവൈഡഡ് ഇൻ ദ മോഡേൺ പീരിയോഡിക് ടേബിൾ? ഓപ്ഷൻ എ 108, ഓപ്ഷൻ ബി 100, ഓപ്ഷൻ സി 94, ഓപ്ഷൻ ഡി 118. മോഡേൺ പീരിയോഡിക് ടേബിളിൽ നമ്മൾ പറഞ്ഞു 18 ഗ്രൂപ്പ്സ് ആണുള്ളത്, 7 പീരിയഡ്സ് ആണുള്ളത് എന്നൊക്കെ നമ്മൾ പറഞ്ഞു അല്ലെ. പീരിയോഡിക് ടേബിളിൽ നമ്മൾ എലമെന്റ്സിനെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് സിംബൽസിന്റെ ബേസിസിലാണ്. അതും ഇൻക്രീസിങ് അറ്റോമിക് നമ്പറിന്റെ ബേസിസിലാണ് നമ്മളിത് മെയിൻ ആയിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇനി മോഡേൺ പീരിയോഡിക് ടേബിൾ എന്ന് പറഞ്ഞ ഒരു കൺസെപ്റ്റ് പ്രൊവൈഡ് ചെയ്ത സയന്റിസ്റ്റിന്റെ പേരാണ് ഡിമിട്രി മെൻഡലീവ് എന്ന് പറയുന്നത്. ഇനി കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ നമ്മുടെ വീഡിയോ സെക്ഷൻ കാണാം. മോഡേൺ പീരിയോഡിക് ടേബിളിൽ അറ്റ് പ്രസന്റ് ഉള്ളത് 118 എലമെന്റ്സ് ആണ് ഉള്ളത്. ഓക്കെ, അപ്പൊ ഓപ്ഷൻ ഡി 118 ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മോഡേൺ പീരിയോഡിക് ലോ വാസ് ഗിവൺ ബൈ ഓപ്ഷൻ എ ഡാൽട്ടൺ, ഓപ്ഷൻ ബി മെൻഡലീവ്, ഓപ്ഷൻ സി ഡോബ്രേനിയർ, ഓപ്ഷൻ ഡി മോസ്ലി. അപ്പൊ ഹെൻറി മോസ്ലി എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ് മോഡേൺ പീരിയോഡിക് ലോയ്ക്ക് ഉള്ള ഒരു ബേസിസ് തന്നത്. ഓക്കെ, അപ്പൊ അദ്ദേഹം എന്താണ് പ്രൊമോട്ട് ചെയ്തത്, എലമെന്റ്സിനെ പീരിയോഡിക്കലി ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്, പീരിയോഡിക് ടേബിളിൽ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് ബേസ്ഡ് ഓൺ അറ്റോമിക് നമ്പറിന്റെ ബേസിസിലാണ്. അതായത് ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് എലമെന്റ്സ് എന്ന് പറയുന്നത് പീരിയോഡിക് ഫംഗ്ഷൻ ഓഫ് അറ്റോമിക് നമ്പർ ആയിരിക്കും എന്നാണ് ഹെൻറി മോസ്ലി മോഡേൺ പീരിയോഡിക് ലോയിൽ പറയുന്നത്. അപ്പൊ ഓപ്ഷൻ ഡി ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ, മോസ്ലി.
Next question, which of the following elements has zero valency? Option A lithium, option B beryllium, option C helium, option D fluorine. തന്നിരിക്കുന്ന ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ ഇവിടെ നോബിൾ ഗ്യാസ് എലമെന്റ് ആയിട്ടുള്ളത് ഓപ്ഷൻ സി ആണ്. ഹീലിയം എന്ന് പറയുന്ന ഒരു നോബിൾ ഗ്യാസ് ഫാമിലി മെമ്പർ ആണ് അല്ലെ. നോബിൾ ഗ്യാസ് ഫാമിലി നോക്കുകയാണെങ്കിൽ അവർക്ക് സീറോ വാലൻസി ആയിരിക്കും ഉണ്ടാവുക. വാലൻസി ഓഫ് ആൻ എലമെന്റ് എന്താണ്? എത്ര ഇലക്ട്രോൺസ് ആയിരിക്കും ഔട്ടർ മോസ്റ്റ് ഷെൽ ഓഫ് ആൻ ആറ്റത്തിൽ ഉണ്ടാവുക, അതായിരിക്കും ഒരു എലമെന്റിന്റെ വാലൻസി അല്ലെങ്കിൽ വാലൻസി ഇലക്ട്രോൺസ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ഹീലിയം നമ്മൾ നോക്കുകയാണെങ്കിൽ ഹീലിയത്തിന്റെ ഇലക്ട്രോണിക് കൺഫിഗറേഷൻ വരുന്നത്, അറ്റോമിക് നമ്പർ എന്താണ്? 2 ആണ് അല്ലെ ഹീലിയത്തിന്റെ. അപ്പൊ അതിന്റെ ഇലക്ട്രോണിക് കൺഫിഗറേഷൻ വരുന്നത് 20 ഇങ്ങനെയാണ് വരുന്നത്. ഹീലിയത്തിന്റെ ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോൺസിൽ എന്താണ്? 0 നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആണുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ കറക്റ്റ് ആൻസർ ഇവിടെ ഓപ്ഷൻ സി ഹീലിയം ആണ്. ഇനി ബാക്കിയുള്ള എലമെന്റ്സ് നോക്കുകയാണെങ്കിൽ ലിത്തിയത്തിന്റെ വാലൻസി വരുന്നത് 1 ആണ്. ബെർലിയത്തിന് 2 വാലൻസീസ് ആണ് ഉള്ളത്. ഫ്ലൂറിന് എന്താണ്? 1 വാലൻസി ആണ് ഉള്ളത്. ഓക്കെ, സോ അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മുടെ MCQ ക്വസ്റ്റ്യൻസ്. താങ്ക് യു.